അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് ശക്തമായ എതിർപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഒന്ന്, മന്ത്രിയെ കേൾക്കാതെയാണ് ഹൈക്കോടതി തീരുമാനമെടുത്തത്. ഒരാൾക്കെതിരെ വിധി പറയുമ്പോൾ അയാളുടെ ഭാഗം കേൾക്കേണ്ടതെന്നാണ്. ഇത് അദ്ദേഹത്തിനെതിരെ ഒരു വിധിയും ഹൈക്കോടതി പറഞ്ഞിട്ടില്ല. ഹൈക്കോടതി ഇതിനെ ഇല്ലീഗാലിറ്റിയെ ചൂണ്ടിക്കാണിക്കുകയും ഈ റെഫർ ചെയ്തത് തെറ്റാണെന്നും അന്വേഷണം നടക്കണമെന്നും മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ ഒരു വിധി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കേട്ടില്ല എന്ന് പറയുന്നതിനോട് യാതൊരു ന്യായീകരണവും ഇതിനകത്തില്ല. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞു ഇത് വിമർശനമാണ് ഓണാട്ടുകടക്കാരുടെ ഒരു ഭാഷയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വിമർശനം ഇന്ത്യൻ ഭരണഘടനയുടെ 19-ാം വകുപ്പ് പ്രകാരം വിമർശിക്കാം, പക്ഷേ വിമർശനം എന്ന് പറഞ്ഞാൽ റീസണബിൾ റെസ്ട്രിക്ഷൻസിന് വിധേയമായിട്ടാണ്. എന്താണ് അദ്ദേഹം ഭരണഘടനയെ പറ്റി പറഞ്ഞത്? അദ്ദേഹം ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത് മന്ത്രിയായ ഒരാളാണ്. ഭരണഘടനയുടെ ഔന്നത്യം ഉയർത്തിപ്പിടിക്കേണ്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം വിമർശിക്കുകയാണോ ചെയ്തത്? വളരെ കാര്യമായി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കപ്പെട്ടത് എങ്ങനെയാണ്? ഇവിടെ വ്യക്തമാക്കപ്പെട്ടു. 1 വർഷത്തോളം ഡോക്ടർ അംബേദ്കർ ഉൾപ്പെടെയുള്ള അന്നത്തെ ഇന്ത്യയുടെ ബൗദ്ധിക ജീവികൾ, ബൗദ്ധിക വ്യക്തികൾ, അവരൊരു വർഷക്കാലം ഇവിടെ കഠിനാധ്വാനം ചെയ്ത് ലോകത്തുള്ള സർവ്വ ഭരണഘടനയും കാച്ചിക്കുറുക്കി അതിൻ്റെ അന്തസ്സത്തെ ഊറ്റിയെടുത്താണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കപ്പെട്ടത്. ഇതൊരു മന്ത്രിക്ക് അറിഞ്ഞുകൂടെ? അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, KM മുൻഷി, TT കൃഷ്ണമാചാരി, ഗോപാലകൃഷ്ണ അയ്യങ്കാർ, ഡോക്ടർ മാധവ് റാവു, ഇവരൊക്കെ ആരായിരുന്നു ആ കാലഘട്ടത്തിൽ? ഇവർ 1 വർഷത്തെ കഠിനാധ്വാനം കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു ഇന്ത്യൻ ഭരണഘടന ഇത്രയും കാലം യാതൊരു തരത്തിലുള്ള ദോഷവും കൂടാതെ ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിച്ചുകൊണ്ടുന്ന ഇന്ത്യൻ ഭരണഘടനയെ അദ്ദേഹം പറഞ്ഞ വാക്ക് ഇവിടെ പലരും ഉദ്ധരിച്ചെങ്കിലും എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. ബഹുഭൂരിപക്ഷത്തെ അടിച്ചമർത്തി സാമ്പത്തിക നയങ്ങളും താല്പര്യങ്ങളും സംരക്ഷിക്കാൻ മനോഹരമായ ഒരു ഭരണഘടനയാണ് എഴുതി വച്ചിട്ടുള്ളത് നിങ്ങൾ പറയും. എന്നാൽ ഞാൻ പറയുന്നു, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഒരു ഭരണഘടനയാണിത്. എന്ത് കഷ്ടമാണിത്! ഇന്ത്യ ഇത്രയും കാലം ഇദ്ദേഹം ഉൾപ്പെടെയുള്ളവർ മന്ത്രിയായത് ഈ ഭരണഘടന നിലനിൽക്കുന്നതുകൊണ്ടാണ്. ആ ഭരണഘടന ഇന്ത്യയിലെ ജനങ്ങളെ കൊള്ളയടിക്കാൻ എഴുതി വച്ചിരിക്കുമെന്ന് പറഞ്ഞത് വിമർശനമാണോ? അങ്ങനെ വിമർശനമാണെന്ന് പറഞ്ഞാൽ അതിന് വിമർശനമെന്ന് പറയാൻ കഴിയുമോ? ബ്രിട്ടീഷുകാരൻ പറഞ്ഞ സാധനം കോപ്പി അടിച്ച് വെച്ചതാണെന്ന് പറഞ്ഞു ഒരു മന്ത്രി ഒരു പൊതുയോഗത്തിൽ. ഇതൊരു സാധാരണക്കാരൻ പൗരൻ എങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കും? ഭരണഘടനയെ ജനാധിപത്യത്തെയും വിശ്വസിക്കുന്ന ഒരാൾക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഞാൻ എൻ്റെ ചോദ്യത്തിലേക്ക് വരാം. തീർച്ചയായിട്ടും ഹൈക്കോടതി നിർദ്ദേശിച്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്, ഈ അന്വേഷണം തെറ്റാണ്, ഈ അന്വേഷണം ശരിയായി നടന്നിട്ടില്ല, ഈ അന്വേഷണം സ്വാധീനത്തിന് വിധേയമായെന്ന് പറയാതെ ഹൈക്കോടതി പറഞ്ഞു. ഒപ്പം ഹൈക്കോടതി പറഞ്ഞത് സ്പെഷ്യലൈസ്ഡ് ഏജൻസിയെ കൊണ്ട് വ്യക്തമായി അന്വേഷിക്കണമെന്നാണ്. ആ അന്വേഷണത്തിൽ ഈ പറഞ്ഞ എല്ലാ തെളിവുകളും കൃത്യമായി പരിഗണിച്ചും പരിശോധിച്ചും അദ്ദേഹം കുറ്റക്കാരനാണെന്നോ അല്ലയോ എന്ന് കണ്ടെത്ത വിശദമായ റിപ്പോർട്ട് ഹാജരാക്കിയില്ലെങ്കിൽ ഈ റിപ്പോർട്ടിനെതിരെ വീണ്ടും വിമർശനവും അല്ലെങ്കിൽ അതിനെതിരെ നടപടിയും ഹൈക്കോടതി ഭാഗത്തുനിന്നുണ്ടാവും. ഇവിടെ ഏറ്റവും വലിയൊരു ചോദ്യം, ഈ റിപ്പോർട്ട് ഇപ്പോൾ തയ്യാറാക്കാൻ പോകുന്ന അന്വേഷണം നടന്നതും ഒരു ഭരണകക്ഷിക്കെതിരെ, ഒരു മന്ത്രിക്കെതിരെ, അദ്ദേഹം മന്ത്രിസ്ഥാനത്തിരിക്കുമ്പോൾ, ധാർമ്മികതയല്ല അവിടുത്തെ വിഷയം, ഒരു മന്ത്രിസ്ഥാനത്തിരിക്കുമ്പോൾ ആ മന്ത്രിക്കെതിരെ ഒരു പോലീസ് അന്വേഷിക്കുകയാണ്. ഇത് ഏത് തരത്തിൽ ഗുണകരമായി മാറും എന്നുള്ളത് സാമാന്യ ജനത്തിന് വളരെയേറെ സന്ദേഹമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹം രാജിവെക്കേണ്ടത് ധാർമ്മികത മാത്രം ഉയർത്തിപ്പിടിച്ചല്ല, അദ്ദേഹം രാജിവെക്കേണ്ടത് ഈ അന്വേഷണത്തിൻ്റെ അന്തസത്ത നിലനിർത്തുന്നതിന് വേണ്ടി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം രാജിവെക്കേണ്ടത് ധാർമ്മികതയുടെ മാത്രമല്ല, ഈ അന്വേഷണത്തെ സ്വാധീനത്തിൽ നിന്ന് വിമുക്തമാക്കി ശരിയായി നടത്തിക്കൊണ്ടു പോകുന്നതിൻ്റെയും അദ്ദേഹം രാജിവെക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്.